ചോദ്യം: മദ്രസയിൽ നിന്ന് കുട്ടികൾ കൊണ്ടുവന്ന ഒരു നബിദിന ചോദ്യാവലിയിൽ ജുമുഅക്ക് പോകാൻ ഒരു സ്ത്രീ പ്രവാചകനോട് അനുവാദം ചോദിച്ചു. പ്രവാചകൻ അത് തടഞ്ഞു. പ്രവാചകൻ അനുവദിക്കാതെ ഈ കാര്യം നിർവഹിക്കുവാൻ എന്തിനാണ് സ്ത്രീകളെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഉള്ളവർ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. മറുപടി പറയുന്നത് TV റഹ്മാബി. ജമാഅത്തെ ഇസ്ലാമി എന്ന ദീനി പ്രസ്ഥാനം ഇസ്ലാം സ്ത്രീകൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള എന്തൊക്കെയുണ്ടോ കാലം കഴിഞ്ഞു പോരുന്നതിനനുസരിച്ച് അത് എന്തെല്ലാം പല താൽപര്യങ്ങളുടെയും പേരിൽ തടയപ്പെട്ടിട്ടുണ്ടോ അവയെല്ലാം സ്ത്രീകൾക്ക് ലഭിക്കുന്ന തരത്തിൽ ദീനി അടിത്തറയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് സ്ത്രീകളുടെ പള്ളിപ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. സ്ത്രീകളുടെ, നമുക്കറിയാം, സ്ത്രീകളുടെ എന്നല്ല, ജമാഅത്ത് നമസ്കാരത്തിന്റെ, സംഘടിത നമസ്കാരത്തിന്റെയും ജുമുഅ നമസ്കാരത്തിന്റെയും ഒക്കെ തന്നെ മഹത്വം എത്രത്തോളമാണെന്ന്. ഒരിക്കലും സ്ത്രീകളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടും അവരുടെ ശാരീരികമായ മറ്റ് ആവശ്യങ്ങൾ വെച്ചുകൊണ്ടും പുരുഷന്മാരെ പോലെ ഒരിക്കലും ജുമുഅ നമസ്കാരം നിർബന്ധമാക്കിയിട്ടില്ല. അതിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഈ മദ്രസയിൽ നിന്ന് കൊണ്ടുവന്ന ചോദ്യത്തിൽ കാണുന്ന ഒരു വശം വെച്ച് ഇത് മുഴുവൻ ഇങ്ങനെ കൊണ്ടു നടക്കുക, മക്കൾക്ക് ഈ ഉത്തരം കൊടുക്കണം. അതിലൂടെ സ്ത്രീകളുടെ മനസ്സിൽ മുഴുവൻ പതിയുകയാണ്. ഒരു സ്ത്രീ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പള്ളിയിൽ ജുമുഅക്ക് പോകാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിച്ചപ്പോൾ അവരോട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രസ്തുത സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം വീടിന്റെ ഉള്ളിന്റെ ഉള്ളാണ് എന്ന് പറഞ്ഞു. പശ്ചാത്തലത്തിൽ നിന്ന് സംഗതികൾ എടുത്തുകൊണ്ട്, അതുതന്നെ ഈ ഒരു സംഭവം ബുഖാരിയിലോ മുസ്ലിമിലോ ഒന്നുമില്ലാത്ത, അഹ്മദും തൊബ്രാനിയും മാത്രം ഉദ്ധരിച്ചിരിക്കുന്ന ഈ ഹദീസിനെ മാത്രം എടുത്തുദ്ധരിക്കുകയും സ്ത്രീകളുടെ പള്ളിപ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബുഖാരിയിലും മുസ്ലിമിലും എല്ലാം ഉദ്ധരിച്ചിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹദീസുകളെയും മറച്ചുവെച്ചുകൊണ്ട് മറ്റു ചില സ്വാർത്ഥ താല്പര്യങ്ങളോടുകൂടി ഇതിനെ പ്രചരിപ്പിച്ചതിനെ വെളിച്ചത്ത് കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ചെയ്തിട്ടുള്ളത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങൾ പള്ളി വിലക്കരുത്. അതുപോലെ തന്നെ ഇദ്ദനുൻ നിസാഅ ഇലൽ മസാജിദി ബില്ലൈൽ, രാത്രിയിലടക്കം അവർ പള്ളിയിൽ പോവാൻ അനുവാദം ചോദിച്ചാൽ അവർക്ക് അനുവാദം കൊടുക്കണം. ഇത് ബുഖാരിയും മുസ്ലിമും അബൂദാവൂദും തുർമുദിയും നസായിയും എല്ലാം തന്നെ ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസുകളിൽപ്പെട്ടതാണ്. ഇതിൽ നിർബന്ധമുള്ള സംഗതിയല്ല. പക്ഷെ നിർബന്ധമാക്കാതിരുന്നത് പടച്ച തമ്പുരാന് സ്ത്രീകളോടുള്ള മഹത്തായ കാരുണ്യം കൊണ്ടാണ്. ഇന്നത് നിർബന്ധമാക്കിയിരുന്നെങ്കിൽ അവർ പ്രയാസപ്പെടും. മക്കളും ഗർഭിണികളും എല്ലാമാവുന്ന ഘട്ടത്തിൽ. പക്ഷെ ഇന്ന് ഇത് തടയിടുന്നതിലൂടെ പള്ളിയിൽ നിന്നുള്ള ഉത്ബോധനം പോലും കേൾക്കാൻ നമ്മുടെ സ്ത്രീകൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടതിന്റെ ഭവിഷ്യത്ത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇത് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല. ഒട്ടേറെ അന്നു മുതൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം തൊട്ട് ഇന്ന് വരെ ഇരു ഹറമുകളിലും സ്ത്രീകൾ ജുമുഅക്ക് മാത്രമല്ല കഴിയുന്ന ജമാഅത്തുകളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നത് ഉംറക്കും ഹജ്ജിനുമൊക്കെ പോയ നമ്മൾ അനുഭവസ്ഥരാണ്. ഒരു വിലക്കും അതിനുണ്ടായിട്ടില്ല. ചില സാഹചര്യങ്ങളിൽ ചില ആളുകളെ വെച്ചുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് എന്നല്ല ഇന്നും ജോലിക്ക് പോകുന്നത് വരെ നമുക്ക് തടയേണ്ടി വരും. ചില ആളുകളുടെ സന്ദർഭം വെച്ച്, ചില സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട്. അങ്ങനെയുള്ള ചിലത് എടുത്തുധരിച്ചുകൊണ്ടാണ് ഈ വിലക്കുകൾ ദൗർഭാഗ്യവശാൽ സമൂഹം വെച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അസ്സലാമു അലൈക്കും.